ആ പേജിൽ നമുക്ക് നോക്കാം എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ. മിസ്റ്റേക്ക് സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ആക്കാനുള്ളത് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ആക്കുക. സെലക്ട് ചെയ്യാൻ എന്താക്കുക, കൺട്രോൾ നെക്കിയിട്ട് ക്ലിക്ക് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും, കീബോർഡിൽ കൺട്രോൾ നെക്കിയിട്ട് ക്ലിക്ക് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെലക്ട് ചെയ്യാം. ഈ 3 ഞാൻ സെലക്ട് ചെയ്തു, ഈ 4 5 3 4 5 ഞാൻ സെലക്ട് ചെയ്തു. കൺട്രോൾ നോക്കിയിട്ട് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യും. ഞാൻ ഡിലീറ്റ് ആക്കണം, ഡിലീറ്റ് ചെയ്യുക. ഡ്യൂപ്ലിക്കേറ്റ് എടുക്കണോ, ഈ 3 ഡിസൈൻ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കണോ, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. ഹൈഡ് ചെയ്യണോ, ഹൈഡ് ചെയ്യുക. സെലക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് അങ്ങനെയും ചെയ്യാം. പിന്നെ മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്താലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെലക്ട് ചെയ്യാൻ പറ്റും. ഡ്രാഗ് ചെയ്യാന്ന് പറഞ്ഞാൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് വലിച്ചാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ അതൊന്നും കൂടി നെക്കിയാൽ സംഭവിക്കും, അത് പോവും. ഓക്കെ, അത്രേ. പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഷോർട്ട് കട്ടാണ് Ctrl+Alt+P, ഫുൾ സ്ക്രീൻ. അതായത് ഇതൊന്നും നമുക്ക് കാണണ്ട, ഫുൾ സ്ക്രീനിൽ നമുക്ക് ഈ ഡിസൈൻ കാണണം. ഈ ഡിസൈൻ നമുക്ക് എന്ത് ചെയ്യണം, ഫുൾ സ്ക്രീനിൽ കാണണം. അത് നിൽക്കിയാൽ എന്ത് സംഭവിക്കും, ആ ഡിസൈൻ ഉണ്ടാവും. നമുക്ക് ഫുൾ സ്ക്രീനിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ ഡിസൈൻ എല്ലാം കാണാം. ഓക്കെ, അതാണ് ഫുൾ സ്ക്രീൻ എന്ന് പറയുന്നത്. ഇത് നമുക്ക് എന്ത് ചെയ്യാം, സൂം ചെയ്യണമെങ്കിൽ സൂം ചെയ്യാം. പിന്നെ എന്തെങ്കിലും, അതായത് ഇപ്പോൾ ഈ ഫുൾ സ്ക്രീനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതിന് വെച്ചാൽ നമ്മൾ പ്രസൻറ്റേഷനൊക്കെ എടുത്ത് കൊടുക്കുമ്പോഴാണ് ഫുൾ സ്ക്രീൻ നമ്മൾ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ പ്രസൻറ്റേഷൻ എടുത്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതി കാണിച്ചു കൊടുക്കണ്ടേ. ഇപ്പോൾ ഈ പ്രൈസാണ് നമ്മളിവിടെ ഇട്ടത്, ഇതാണ് നമ്മളിവിടെ ഇട്ടത്. നമുക്ക് ഇവിടെ ഇങ്ങനെ നമുക്ക് എഴുതി കാണിച്ചു കൊടുക്കണ്ടേ. അങ്ങനെ എഴുതി കാണിച്ചു കൊടുക്കാൻ നമുക്ക് എന്ത് ചെയ്യാം, ഇത് യൂസ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മളിവിടെ എഴുതുന്നതും കാര്യങ്ങളൊന്നും നമുക്ക് ഡിസൈനിൽ വരില്ല കേട്ടോ. അതുപോലെ തന്നെ ഇപ്പോൾ എഴുതിയത് മായ്ക്കണോ, കളർ മാറ്റണമെങ്കിൽ ഇവിടെ കളർ മാറ്റാം, മായ്ക്കണമെങ്കിൽ ഇവിടെ എറേസർ ഉണ്ട്, എഴുതിയത് മായ്ക്കാം. ഹൈലൈറ്റർ വേണമെങ്കിൽ ഹൈലൈറ്റർ ഉണ്ട്, പെന്നു ആണെങ്കിൽ പെന്നുണ്ട്, റെഡ് ആണെങ്കിൽ റെഡ്. അതിൻ്റെ കളർ മാറ്റണമെങ്കിൽ റെഡ് എടുക്കുക, കളർ മാറ്റുക. ഓക്കെ, അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതിൽ 3 കളർ ഉണ്ട്. ഇനി അതല്ലാതെ വേറെ കളർ വേണമെന്നുണ്ടെങ്കിൽ ആഡ് ന്യൂ കളർ കൊടുക്കുക, ഏതെങ്കിലും കളർ സെലക്ട് ചെയ്യുക. ഓക്കെ, കൊടുക്കുക, അത്രേ ഉള്ളൂ. ഇനി റൈസർ എടുത്ത് നമുക്ക് എല്ലാം വായിക്കാം. ഓക്കെ, അത്രേ ഉള്ളൂ. പിന്നെ അതേപോലെ ഇവിടെ നമുക്ക് ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇത് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുക, പ്രസൻറ്റേഷൻ ആണ് യൂസ് ചെയ്യുക. പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ക്ലയൻറ്റ് ഉണ്ട്, ക്ലയൻറ്റിന് ഞാൻ കാണിച്ചു കൊടുക്കുകയാണ്. ഇതാണ് നിങ്ങളുടെ ഡിസൈൻ. ഇതിൽ നിങ്ങൾക്ക് ലൈവ് മീറ്റിംഗിൽ സൂമിലൊക്കെ മീറ്റിംഗ് നടത്തിയിട്ട് ഞാൻ കാണിച്ചു കൊടുക്കുകയാണ്. ഇതാണ് നിങ്ങളുടെ ഡിസൈൻ, ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ എന്നുള്ളത് ചോദിക്കാനാണ് നമ്മൾ ഈ മെത്തേഡ്, ഫുൾ സ്ക്രീൻ മെത്തേഡൊക്കെ നമ്മൾ യൂസ് ചെയ്യുക. അല്ലാതെ നമുക്കത് കാണണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ഇതിൽ ഇപ്പോൾ ഈ പറഞ്ഞ ഫീച്ചറൊക്കെ നമ്മൾ അതിനാണ് യൂസ് ചെയ്യുക. അതിൽ നമുക്ക് എന്തുണ്ട്, ഷോർട്ട് കട്ട് ഉണ്ട്. അതായത് വേണ്ട, ഇതൊക്കെ അതിൻ്റെ ഓരോ കാര്യങ്ങൾ, അതിൻ്റെ ഒരു ടൂൾസ്. ഇതുകൊണ്ട് വലിയ കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, പിന്നെ എന്തുണ്ട്, ഓപ്പൺ പ്രസൻറ്റേഷൻ വ്യൂ. കണ്ട, പ്രസൻറ്റേഷൻ വ്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും. നമ്മൾ ഏതൊക്കെ പേജസ് ആണ് ഇവിടെ ഉള്ളത്, എന്തൊക്കെയാണുള്ളത്, എത്ര മിനിറ്റാണ് നമ്മളിത് പ്രസൻറ്റ് ചെയ്തത്. അതിന് വേണമെങ്കിൽ ടൈമർ സെറ്റ് ചെയ്യുക, ഇവിടെ നോട്ട് ആഡ് ചെയ്യുക. ക്യാൻവൻ്റെ ലൈവ്, നമ്മൾ ലൈവ് പോകുമ്പോഴുള്ള ഓപ്ഷനാണ് ഈ ഷെയർ റിമോട്ട് എന്ന് പറഞ്ഞാൽ. ഇവിടെ നമുക്കൊരു ലിങ്ക് കിട്ടും. ഈ ലിങ്ക് കോപ്പി ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഫോണിലോട്ട് അയച്ചാൽ നമുക്ക് എന്ത് കിട്ടും, ഈ പ്രസൻറ്റേഷൻ നമുക്ക് എന്ത് കിട്ടും, ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ഷെയർ റിമോട്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് ഈ ലിങ്ക് കോപ്പി ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തു, ആ ലിങ്ക് എനിക്ക് അയച്ചു, എൻ്റെ ഫോണിലേക്ക് ഞാൻ അയച്ചു. ഇനി എനിക്ക് ഇവിടെ ലിങ്ക് വന്നിട്ടുണ്ട്, ആ ലിങ്ക് ഞാൻ ക്ലിക്ക് ചെയ്തു. അപ്പോൾ എന്തുണ്ട്, ഇവിടെ കാണുന്നുണ്ടോ, ഇപ്പോൾ ഇവിടെ കണ്ടോ, കണക്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ 2 ആരോ മാർക്കൊക്കെ വന്നിട്ടുണ്ട്. ഈ 2 ആരോ മാർക്കൊക്കെ ഉണ്ടോ. ഈ 2 ആരോ മാർക്ക് യൂസ് ചെയ്തിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് കമ്പ്യൂട്ടറായിട്ട് കണക്ഷൻ ഇല്ലാതെ തന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ ഈ പ്രസൻറ്റേഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇത് ഫോക്കസ് ആവണമെന്നില്ല അല്ലേ. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ കീബോർഡിലൊന്നും കണക്ട് ചെയ്യുന്നില്ല, ഞാൻ എൻ്റെ ഫോണിലാണ് മാറ്റുന്നത്. നിങ്ങൾക്ക് മാറുന്നത് കാണാം. ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, അതിൻ്റെ കൺട്രോൾ പാനൽ എന്ന് പറയുന്നത്. ഇത് മിനിമൈസ് ചെയ്തു. ഇതാണ് നമ്മളെ പ്രസൻറ്റേഷൻ. ഓക്കെ, ഈ പ്രസൻറ്റേഷൻ ഞാൻ എന്ത് ചെയ്യണം, ഫോണിൽ ക്ലിക്ക് ചെയ്ത് മാറ്റണം. മാറുന്നുണ്ടോ,
നമ്മൾ സെയിം ഡിസൈൻ തന്നെ ഇട്ടുകൊണ്ടാണ് നിങ്ങൾക്കത് മാറുന്നതായിട്ട് തോന്നാത്തത്. ശരിക്കും ഇവിടെ മാറുന്നുണ്ട്. ഇവിടെ ഈ പേജ് നമ്പർ കണ്ട, ഈ പേജ് നമ്പർ മാറുന്നാണ്ട് കൊണ്ടിട്ടോ. ഞാൻ സെയിം ഡിസൈൻ തന്നെ ഇട്ടുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് മാറുന്നതായിട്ട് തോന്നാത്തത്. ഇവിടെ ബാക്ക് അടിച്ചാൽ കണ്ടോ പേജ് നമ്പർ 4 ആയത് കണ്ടോ, 5 ആയത് കണ്ടോ. ഇത് ശരിക്കും ഇത് മാറുന്നുണ്ട്. ഇത് നമ്മൾ സെയിം ഡിസൈൻ തന്നെയാണ് 6 പേജിൽ ഇട്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് മാറുന്നതായിട്ട് തോന്നാത്തത്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മൾ നേരത്തെ കാണിച്ചു തന്ന മാജിക് ഷോർട്ട് കട്ടില്ലേ, അത് നമുക്ക് എന്ത് ഇടാൻ പറ്റും, ഇവിടെ ഇടാൻ പറ്റും. കണ്ടോ കണ്ടോ, അത് നമുക്ക് നമ്മുടെ ഫോണിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിലുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് അത്ര ഓപ്ഷനുള്ളൂ. ഇനി നമ്മൾ എന്ത് ചെയ്യുക, തിരിച്ച് നമ്മളെ കൺട്രോൾ പാനൽ ഓപ്പൺ ആക്കുക. കൺട്രോൾ പാനൽ ഓപ്പൺ ആക്കാനുള്ള ഷോർട്ട് കട്ടല്ല, കൺട്രോൾ പാനൽ ഓപ്പൺ ആക്കാനുള്ളതാണ് ഇവിടെ ഉള്ളതെന്ന് പറയുന്നത് ക്ലോസ് പ്രസൻറ്റേഷൻ വ്യൂ എന്ന് പറഞ്ഞത്. ക്ലോസ് പ്രസൻറ്റേഷൻ വ്യൂ എന്ന് പറഞ്ഞാൽ ആ പ്രസൻറ്റേഷൻ വ്യൂ കംപ്ലീറ്റ് ആയിട്ട് ഓഫായി. അപ്പോൾ അത്രേ ഉള്ളൂ അതെന്ന് പറയും. ഇത് അഡ്വാൻസ് ഓപ്ഷനാണ്, കംപ്ലീറ്റ്ലി അഡ്വാൻസ് ഓപ്ഷനാണ്. ഇതൊക്കെ നമുക്ക് നമ്മളിത് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു പോയിന്റിൽ ആവശ്യം വരുമ്പോൾ യൂസ് ചെയ്യാം. ക്യാൻവ അല്ലേ, എല്ലാം പറയുക എന്നുള്ളതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ക്യാൻവ ഒരു ചെറിയ സാധനമല്ല, ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞില്ലേ. ക്യാൻവൻ്റെ 100%-ൽ 1%-ൻ്റെ 30% കൂടി ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ല. ഓക്കെ, നമ്മൾ എടുക്കുന്നത് 2ാമത്തെ ലെസണാണ്. നിങ്ങളത് ഓർക്കണം, 2ാമത്തെ ലെസണാണ് നമ്മളിവിടെ എടുക്കുന്നത്. 23 ലെസൺ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫുൾ സ്ക്രീൻ കഴിഞ്ഞു. പിന്നെ ഇവിടെ ക്വസ്റ്റ്യൻ മാർക്കാണ്. ക്യാൻവനോട് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്യാൻവ ഒഫീഷ്യൽ ടീമിനോട് നമുക്ക് എന്തെങ്കിലും ചോദിക്കാനോ നമുക്ക് എന്തെങ്കിലും ഹെൽപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ചോദിക്കാം. ഓക്കെ, അപ്പോൾ താഴത്തതും മേലത്തതും കഴിഞ്ഞു. ഇനി ഈ സൈഡത്തതാണുള്ളത്. ഓക്കെ, സൈഡത്ത് നമുക്ക് എടുക്കാൻ ഇതിൻ്റെ ഉള്ളത്തെ കാര്യം പറഞ്ഞിട്ടില്ലല്ലേ. ഉള്ളത്തത് ഇപ്പോൾ ഞാനിവിടെ കുറച്ച് സൂം ചെയ്തു. ഇതിൽ നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കണ്ട് ഡ്രാഗ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ എല്ലാം സെലക്ട് ചെയ്യാൻ പറ്റും. കണ്ട, റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ നമുക്ക് എല്ലാം മൗസുമ്മ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ നമുക്ക് എല്ലാം സെലക്ട് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഇത് മാത്രം സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അവിടെ ഇട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുക. അപ്പോൾ ആ ഭാഗത്തുള്ള മാത്രം സെലക്ട് ചെയ്യുക. അതാണ്. ഇനി നമ്മളൊരു ഡിസൈൻ ചെയ്ത് ഇവിടെ മേലെ ഓപ്ഷൻ വരും, കമൻറ്റ് ചെയ്യുക, ആ ഡിസൈൻ ലോക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ ഡിസൈൻ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇനി എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ സെലക്ട് ചെയ്ത സാധനം, ഇപ്പോൾ നമ്മൾ ഇവനെയാണ് സെലക്ട് ചെയ്ത്, അത് മാത്രം നമുക്ക് ഇനി അവിടെ നനക്കാൻ പറ്റില്ല. അതിനെയാണ് ആ ലോക്ക് എന്ന് പറയുക. ലോക്ക് നമ്മൾ എന്ത് ചെയ്തു, അൺലോക്ക് ചെയ്തു. പിന്നെ ഡിലീറ്റ് ഉണ്ട്, ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്. ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ അതേ ഡിസൈൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ പറ്റും. പിന്നെയുള്ള ഓപ്ഷൻ എന്താ, ഡിലീറ്റ് ഉണ്ട്. പിന്നെ മോറിൽ വന്നാൽ കോപ്പി സ്റ്റൈല്, പേസ്റ്റ്, ഇത് ഞാൻ പറഞ്ഞ കോപ്പി സ്റ്റൈലും അവിടെ ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഈ സൈഡ് കഴിഞ്ഞോട്ടെ. അപ്പോൾ ഞാൻ എല്ലാം സെലക്ട് ചെയ്ത് ഡിലീറ്റ് ആക്കണേ. എല്ലാം സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ആക്കണം. അത് എഡിറ്റ് സെക്ഷനാണ്. ഇപ്പോൾ നമ്മൾ ഇൻ്റർഫേസ് അല്ല പറയുന്നുള്ളൂ, അത് കംപ്ലീറ്റ് എഡിറ്റ് സെക്ഷനാണ്. ഞാൻ എഡിറ്റിലെത്തുമ്പോൾ പറഞ്ഞുതരാം. ഈ സൈഡിൽ ഫസ്റ്റത്താണ് ഡിസൈൻ. നിങ്ങളോട് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഇഷ്ടംപോലെ റെഡിമെയ്ഡ് ആയിട്ടുള്ള ടെംപ്ലേറ്റ് ഇതിലുണ്ട്, റെഡിമെയ്ഡ് ആയിട്ടുള്ള ഡിസൈൻ ഇതിലുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ഡിസൈനാണോ വേണ്ടത്, ആ ഡിസൈന് ക്ലയൻറ്റ് എന്താണോ നമ്മളോട് സൈസ് പറയുന്നത് ആ സൈസിൽ നമ്മളൊരു ക്രിയേറ്റ് ചെയ്യുക, ക്യാൻവാസ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ക്യാൻവാസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ വരും. അങ്ങനെ വന്നിട്ട് നമ്മൾ ആദ്യം അതിൻ്റെ പേര് മാറ്റിയിട്ട് ക്ലയൻറ്റ് എന്താണോ നമ്മളോട് ആവശ്യപ്പെട്ടത്, ഇപ്പോൾ ക്ലയൻറ്റ് എന്നോട് ആവശ്യപ്പെട്ടത് ഒരു ക്ലിനിക്കിൻ്റെ പോസ്റ്ററാണ്, അല്ലെങ്കിൽ ക്ലയൻറ്റ് എന്നോട് ആവശ്യപ്പെട്ടത് ഒരു ബാനറാണ്, അല്ലെങ്കിൽ ക്ലയൻറ്റ് എന്നോട് ആവശ്യപ്പെട്ടത് ഒരു ബ്രൗഷറാണ്, അല്ലെങ്കിൽ ക്ലയൻറ്റ് എന്നോട് ആവശ്യപ്പെട്ടൊരു പിന്നെ എന്താ പറയുക സോഷ്യൽ മീഡിയ പോസ്റ്റാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, എന്താണ് നമുക്ക് വേണ്ടത്, ക്ലയൻറ്റ് എന്താണ് നമ്മളോട് ചോദിച്ചത്, അത് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഒന്ന് സെർച്ച് ചെയ്യാം. ഓക്കെ, അത് നമ്മൾ ഇവിടെ ഒന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, നമ്മൾ സെർച്ച് ചെയ്ത് ഇവിടെ കിട്ടും. അതുമ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്താൽ ആ ഡിസൈൻ എന്ത് സംഭവിക്കും, ആ ഡിസൈൻ നമ്മൾ എടുത്തു വെച്ച ക്യാൻവാസിലോട്ട് നമ്മൾ എടുത്തു വെച്ച് വരും. പിന്നെ ഡിസൈനിൽ ഇപ്പോൾ നമ്മൾ ഈ ഒരു ഡിസൈൻ സെലക്ട് ചെയ്തില്ലേ, അതിന് ക്ലിക്ക് ചെയ്താൽ സംഭവിക്കും, അത് റിലേറ്റഡ് ആയിട്ടുള്ള വേറെ ഡിസൈൻ, അതുപോലെയുള്ള വേറെ ഡിസൈൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ താഴെ കാണാൻ പറ്റും. അതായത് നമ്മൾ യൂട്യൂബിൽ നമുക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ കാണുമ്പോൾ അതിൻ്റെ താഴെ അത് ബേസ് ചെയ്തിട്ടുള്ള വീഡിയോസ് വരില്ലേ, അതുപോലത്തെ അത് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വരും. പിന്നെ അടുത്തതാണ് എലമെൻറ്റ്സ്. ഡിസൈനിൽ അത്രേ ഉള്ളൂ. പിന്നെ അവിടെ സ്റ്റൈലുണ്ട്, ഏത് സ്റ്റൈലിൽ വേണം നമുക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. ഈ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ക്ലയൻറ്റ് നമ്മളോട് എന്ത് പറഞ്ഞു, ക്ലയൻറ്റിന് ഒരു പ്രത്യേക തരം കളറിൽ വേണമെന്ന് പറഞ്ഞു. ക്ലയൻറ്റ് നമുക്കൊരു ഇത്ര ഷെയ്ഡിൽ, അതായത് ഒരു ഗ്രേ, ഒരു ബ്ലൂ, ഡാർക്ക് ബ്ലൂ വൈറ്റ്, അങ്ങനത്തെ ഒരു കളറിൽ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അത് ക്ലിക്ക് ചെയ്യുക. ആ സ്റ്റൈൽ നമ്മൾ ക്ലിക്ക് ചെയ്താൽ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മൾ എടുത്ത ടെംപ്ലേറ്റ് ഇല്ലേ, അതായത് ഒന്നും കൂടെ പറഞ്ഞുതരാം.
ആഡ് പേജ് കൊടുക്കുക. നമ്മൾ ഡിസൈനിൽ വന്നു. ഡിസൈനിൽ വന്നിട്ട് നമുക്ക് ഫുഡ് പോസ്റ്റർ തന്നെ ആക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാവും. അപ്പോൾ ഞാൻ ഈ ഫുഡ് പോസ്റ്റർ ഇവിടെ സെലക്ട് ചെയ്തു. ഓക്കെ, ഈ ഫുഡ് പോസ്റ്റർ ഇവിടെ സെലക്ട് ചെയ്തു. ഇനി ഞാൻ അതേ ഡിസൈനിൽ പോയിട്ട് ഡിസൈനിൽ ഇവിടെ ടെംപ്ലേറ്റും സ്റ്റൈലും ഉണ്ട്. ഇനി ഞാൻ സ്റ്റൈൽ എടുത്തു. സ്റ്റൈൽ നമ്മൾ എടുത്ത ടെംപ്ലേറ്റിനാണ് കിട്ടുള്ളൂ കേട്ടോ. അതായത് ഇപ്പോൾ ഞാൻ ഇവനെയാണല്ലോ എടുത്തത്. കണ്ടോ അവിടെ സ്റ്റൈല്, ടെംപ്ലേറ്റ് സ്റ്റൈല്. ഈ ടെംപ്ലേറ്റ് സ്റ്റൈലുമ്പോൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവനെ മാറ്റാൻ കഴിയും. ഈ മാറ്റുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ കളർ പാലറ്റ് നമുക്ക് മാറ്റാൻ കഴിയും. അതിനെയാണ് സ്റ്റൈൽ എന്ന് പറയുന്നത്. അതിന് വേറൊരു മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. ഇത് എല്ലാത്തിനും നമുക്ക് ഈ സ്റ്റൈൽ ഓപ്പൺ ആയി വരണമെന്നില്ല. കണ്ടോ ഇവിടെ ഇങ്ങനെ മാറുന്നുണ്ടോ? അതിപ്പോൾ ഇങ്ങനെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ കളർ പാലറ്റ് കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ കഴിയും. അതായത് ഇപ്പോൾ നമ്മൾ ഇവനെ പിടിച്ചുകൊണ്ട് ഒരു കളറാക്കി, അങ്ങനെ ഒരു കളറാക്കി, ഇതിനൊരു കളറാക്കി, അങ്ങനെ നമുക്ക് കളർ ഇങ്ങനെ സെപ്പറേറ്റ് മാറ്റുന്നതിന് പകരം ക്യാൻവ തന്നെ നമുക്ക് മാച്ചിങ് ആയിട്ടുള്ള കളർ തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിനിവിടെ ഷിഫ്റ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ കളർ മാറ്റാൻ പറ്റും. അതുപോലെ ചില ടെംപ്ലേറ്റ് നമുക്ക് ഇവിടെ സ്റ്റൈൽ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നമുക്ക് ഇവിടെ കിട്ടും, സാധനം കിട്ടും. അപ്പോൾ നേരത്തെ നമുക്ക് കിട്ടിയ കണ്ടില്ലേ? നേരത്തെ ഈ ഡിസൈൻ നമുക്ക് കിട്ടിയ കണ്ടില്ലേ? സ്റ്റൈലിൽ വന്നപ്പോൾ അതെല്ലാത്തിനും കിട്ടില്ല. അത് ആ ടെംപ്ലേറ്റ് ഓപ്പൺ ആക്കുന്നിടത്തുനിന്ന് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? അതെടുക്കാൻ. ഇപ്പോൾ ഞാൻ ടെംപ്ലേറ്റിൽ പോയിട്ട് ഒരു ഫുഡ് പോസ്റ്റർ എടുത്ത്, ഇപ്പോൾ എന്തുണ്ട്? ആ ഫുഡ് പോസ്റ്ററിൻ്റെ സ്റ്റൈൽ നമുക്ക് ഇവിടെയാണ് കിട്ടിയാണോ? ടെംപ്ലേറ്റ് സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ട് നേരത്തെ നമ്മൾ എടുത്തത് ഏതായിരുന്നു? സ്റ്റൈലൊന്നുമില്ല. നേരത്തെ നമ്മളൊരു CV ആയിരുന്നു എടുത്തത്. CVൻ്റെ സ്റ്റൈൽ വന്നപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ അത് മാറ്റാൻ കഴിയും. ഓക്കെ, ഈ അപ്ലൈ ഓൾ ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? എല്ലാ പേജിലും ഈ കളറുകൾ വരും. അതിപ്പോൾ നമ്മൾ ഒരു 10 പേജ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഈ കളർ ഇതിന് മാത്രം മതി എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൊടുത്താൽ മതി. ഇനി അല്ല, എല്ലാ പേജിനും വരണമെന്നുണ്ടെങ്കിൽ അപ്ലൈ ഓൾ എന്ന് കൊടുത്താൽ ആ കളർ എന്ത് സംഭവിക്കും? എല്ലാ പേജിനും അതേ കളർ പാലറ്റിൽ വരും. ഓക്കെ, മനസ്സിലായോ? കണ്ടോ? അപ്പോൾ ഈ ടെംപ്ലേറ്റിന് എന്തുണ്ട്? സ്റ്റൈലുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ എടുത്ത് ഈ CV, ഇത് CV ആണ്. ഈ CV ടെംപ്ലേറ്റിന് എന്തുണ്ട്? സ്റ്റൈലുണ്ട്. ആ സ്റ്റൈൽ നമുക്ക് കിട്ടി. കണ്ടോ? അതിൻ്റെ കംപ്ലീറ്റ് സ്റ്റൈൽ സ്ട്രക്ചർ നമുക്ക് കിട്ടി. നമുക്ക് എന്ത് വേണേലും മാറ്റാം. ഓക്കെ, കോമ്പിനേഷൻസ് ഇവിടെ ഉണ്ട്. റീസെൻ്റ്ലി നമ്മൾ ഇതിന് മുന്നേ യൂസ് ചെയ്ത് കളർ പാലറ്റ് ഇവിടെ ഉണ്ട്. ഫോണ്ട് ഇവിടെ ഉണ്ട്. അത് നമുക്ക് അങ്ങനെ കിട്ടി. അത് എല്ലാ ടെംപ്ലേറ്റിനും കിട്ടിക്കോളണം എന്നില്ല. ചില ടെംപ്ലേറ്റിന് അങ്ങനെ കിട്ടും. ഇപ്പോൾ ടെംപ്ലേറ്റ് സ്റ്റൈലും എന്താണെന്ന് മനസ്സിലായില്ലേ? ഓക്കെ, പിന്നെ ഇവിടെ എന്തുണ്ട്? ഫിൽട്ടർ ചെയ്യാൻ പറ്റും. അത് പറഞ്ഞപ്പോഴാണ് ഈ ടെംപ്ലേറ്റിൽ ഈ എജു എന്നുള്ളതില്ലേ? ഇഡിയു എന്നുള്ളതൊക്കെ പ്രീമിയം. നിങ്ങൾക്ക് സാധാ ക്യാൻവയിൽ കിട്ടൂല. നിങ്ങൾ പ്രീമിയം പർച്ചേസ് ചെയ്താൽ മാത്രമേ അത് കിട്ടുള്ളൂ. ഇത് ഒട്ടുമിക്ക ഡിസൈനും എന്താണ്? എജു ആണ്. ഓക്കെ, ഞാൻ ഇവിടെ ഫുഡ് പോസ്റ്റർ സെർച്ച് ചെയ്തതാണ്. ഉണ്ടാവും, ഇതെല്ലാം എജുവാണ്. ഇതൊന്നും നിങ്ങൾക്ക് എന്ത് കിട്ടൂല? സാധാ ക്യാൻവയിൽ കിട്ടൂല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? പ്രീമിയം പർച്ചേസ് ചെയ്യണം. പ്രീമിയത്തിന് 4000 രൂപ വില ഉണ്ട്. നമ്മൾ പുറത്ത് കൊടുക്കുന്നത് നോർമലി പുറത്ത് അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 1000 രൂപയാണ് റീസെയിൽ വാല്യൂ എന്ന് പറയുന്നത്. നമ്മുടെ സ്റ്റുഡൻസിന് കൊടുക്കുന്നത് വെറും 250 രൂപക്കാണ് ക്യാൻവ പ്രോ എന്ന് പറഞ്ഞാൽ ക്യാൻവ പ്രോ നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ക്യാൻവ പ്രോ വാങ്ങുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. കാരണം ഇതിൽ ഒട്ടുമിക്ക ടെംപ്ലേറ്റും എന്താണ്? പ്രീമിയമാണ്. നമ്മൾ പ്രീമിയം പർച്ചേസ് ചെയ്താൽ മാത്രമേ നമുക്കിത് കിട്ടുള്ളൂ. അതുപോലെ ഈ റീസൈസ് പ്രീമിയമാണ്. പിന്നെ ഇനി എഡിറ്റിങ്ങിൽ വരുമ്പോൾ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. കണ്ടോ? ഇതിട്ടതൊക്കെ പ്രീമിയമാണ്. ഒരുപാട് എഡിറ്റിങ്ങിൽ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. ബേസിക് ആയിട്ടുള്ള കുറഞ്ഞ കാര്യങ്ങൾ മാത്രമേ നമുക്ക് ക്യാൻവയിൽ ചെയ്യാൻ പറ്റൂ. അതായത് ക്യാൻവ സാധാ മോഡലിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പ്രീമിയം മോഡലിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. ഒരുപാട് AI ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾ പറ്റുകയാണെങ്കിൽ ക്യാൻവ പ്രീമിയം നിങ്ങൾ എന്ത് ചെയ്യുക? പർച്ചേസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ എജു എന്ന് പറഞ്ഞതൊക്കെ എന്താണ്? പ്രീമിയമാണ്. അതൊന്നും നമുക്ക് കിട്ടില്ല. കണ്ടോ? ഇത് എജു അല്ല. ഇതും ആ ഡിസൈൻ തമ്മിലുള്ള മാറ്റം നോക്കിയേ. ഇതൊരു നോർമൽ കോഫി പോസ്റ്ററാണ്. ഇത് അടിപൊളി പോസ്റ്റർ അല്ലേ? അതാണ്. ഇത് ഫ്രീ ആണ്, ഇത് പ്രീമിയമാണ്. അതാണ് ആ ഡിസൈനിലുള്ള മാറ്റം. ഓക്കെ അല്ലേ? ഓക്കെ, പിന്നെ ഇവിടെ ഫിൽറ്ററിൽ പോയാൽ ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും കളറിൽ വേണം. അതായത് ഇപ്പോൾ നമ്മൾ ഡിസൈൻ എടുത്തു. ഡിസൈനിൽ സെർച്ചിൻ്റെ അപ്പുറത്ത് ഈ ഒരു ഐക്കൺ, ഇതിനെയാണ് ഫിൽറ്റർ എന്ന് പറയുന്നത്. ഈ ഫിൽറ്ററിൽ പോയാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രത്യേകം കളറിൽ വേണം. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് കളർ ചൂസ് ചെയ്യാം. ഇപ്പോൾ ബ്ലൂ ആണെന്നുണ്ടെങ്കിൽ ബ്ലൂവിലുള്ള പോസ്റ്ററൊക്കെ, അതായത് ഫുഡ് പോസ്റ്റർ സെർച്ച് ചെയ്തു, ഫിൽറ്ററിൽ പോയിട്ട് ബ്ലൂ ആക്കി. അപ്പോൾ ബ്ലൂ കളറിലുള്ള ഫുഡ് പോസ്റ്ററൊക്കെ നമുക്ക് കിട്ടും. അതുപോലെ ഇനി വേറെ ഏതെങ്കിലും ലാംഗ്വേജിലുള്ളത് വേണം. അപ്പോൾ ഞാൻ ലാംഗ്വേജ് സെലക്ട് ചെയ്യണം. ലാംഗ്വേജ് ഇതിൽ കുറച്ച് ലാംഗ്വേജ് മാത്രമേ ഉള്ളൂ. നമ്മുടെ മലയാളം കാര്യങ്ങളൊന്നും ഇതിലില്ല. ഇത് കുറച്ചുള്ളൂ. ഇത് നമുക്ക് ആവശ്യമുള്ളതൊന്നും ഇതിലില്ല. ഓക്കെ, ഇതിൽ ഫ്രഞ്ച്, ഇറ്റാലിയൻ അതൊക്കെ ഉള്ളൂ. നമുക്ക് ആവശ്യമുള്ളതൊന്നുമില്ല. ഇതിൽ പിന്നെ അറബി ഉണ്ട്. നമുക്ക് അറബി സെലക്ട് ചെയ്ത് നോക്കാണ്ടോ? അപ്പോൾ അറബിയിലുള്ളൊന്നും കിട്ടി. ഓക്കെ, മെയിനായിട്ട് ഇംഗ്ലീഷ് തന്നെ ഉള്ളൂ. അത് നമുക്ക് എഡിറ്റ് ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ മലയാളത്തിലോട്ട് കൺവേർട്ട് ചെയ്താൽ മതി. അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി ഇത് ക്ലിക്ക് ചെയ്ത് ഇവിടെ ക്ലിയർ ഓൾ എന്ന് കൊടുത്താൽ നമ്മൾ ഫിൽറ്റർ ചെയ്തൊക്കെ പോകും. അപ്പോൾ അത്രേ ഉള്ളൂ. ഡിസൈനിങ്ങിൽ ഈ ഡിസൈൻ എന്ന് പറഞ്ഞാൽ പാനലിൽ നമുക്കറിയാനുള്ളത്.
ഓക്കെ, ഇനി അടുത്തതാണ് എലമെൻ്റ് എന്ന് പറയുന്നത്. ഈ എലമെൻ്റ് എന്ന് പറയുന്നത് ആണ് നമുക്ക് എന്തെന്ന് പറയുന്നത്, ഓക്കെ, ഈ എലമെൻറ്റിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ. ശരിക്കും എലമെൻറ്റിന് തന്നെ സെപ്പറേറ്റ് ഒരു വീഡിയോ തന്നെ വേണം, കാരണം അത്രയ്ക്ക് തുറക്കാവുന്ന കാര്യങ്ങൾ നമുക്ക് എന്തുണ്ട് എലമെൻറ്റിലുണ്ട്. അപ്പോൾ ഒരു തലക്ക് നമുക്ക് തുടങ്ങാം. ഓക്കെ, ഒന്നാമത് എന്താ റീസെൻ്റ്ലി യൂസ്ഡ്, അതായത് നമ്മൾ ഇതിന് മുന്നേ യൂസ് ചെയ്ത കാര്യങ്ങൾ. അതിൻ്റെ താഴെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ ഷേപ്പ് നമുക്ക് ഇവിടെ ഉണ്ട്. ഈ ഷേപ്പ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ഈ പ്ലസ് എടുത്തു, കണ്ടോ, പ്ലസ് നമ്മൾ ക്ലിക്ക് ചെയ്താൽ പ്ലസ് വരും. ക്ലിക്ക് ചെയ്യാതെ എടുക്കുക, ക്ലിക്ക് ചെയ്യാതെ എന്ന് പറഞ്ഞാൽ ഡ്രാഗ് ചെയ്താണ്ട്, അതായത് ഇതിന്മേൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് വലിച്ചു കണ്ട് കേട്ടിടാം, അങ്ങനെ ഇടാം, ക്ലിക്ക് ചെയ്ത് കാണ്ട് ഇടാം. ഓക്കെ, അപ്പോൾ ഞാൻ അവിടെ ഒരു ഷേപ്പ് ഒരു പ്ലസ് എന്ന് പറഞ്ഞ ഷേപ്പ് എടുത്തു. ഈ ഷേപ്പിന് എനിക്ക് എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്താൽ ഇവിടെ കളറിൽ പോയാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, കളർ മാറ്റാൻ കഴിയും. ഈ മേലത്തെ പാനലൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എടുത്തു തരാം. ഇപ്പോൾ ഷേപ്പ് എടുക്കുന്നത് കൊണ്ട് അതിനാവശ്യമുള്ള കാര്യങ്ങൾ പറഞ്ഞത് കണ്ടോ. കളറിൽ പോയാൽ എനിക്ക് എന്ത് ചെയ്യാം, അതിനെ കളർ മാറ്റാം കണ്ടോ. ഈ ഗ്രേഡിയൻറ്റ് കളർ എന്ന് പറയുന്നത് 2 കളർ മിക്സ് ആയിട്ട് വരുന്നതിനെയാണ് ഗ്രേഡിയൻറ്റ് കളർ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ സോളിഡ് കളർ എന്ന് പറഞ്ഞാൽ ഒറ്റ കളർ ഉണ്ടാവുള്ളൂ. നമുക്ക് എന്ത് ചെയ്യാം, കളർ എടുക്കാം, ഏതൊരു കളർ ചൂസ് ചെയ്യാം. അതുപോലെ ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ പ്രത്യേക കളർ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ചൂസ് ചെയ്യാം. ഞാൻ കടൂർ റെഡാക്കി. ഓക്കെ, അങ്ങനെ നമുക്ക് ചൂസ് ചെയ്യാം. പിന്നെ എന്തുണ്ട്, ഇവിടെ ബോർഡർ, ഇപ്പോൾ ഇതൊരു ചതുരാണ് ശരിക്ക്, അതായത് ഈ ബോക്സ് ആണ്, ഇതൊരു ബോക്സാണ് ശരിക്ക്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിന് ഇത് കൊടുക്കാം വേണ്ട. ആ ഷേപ്പിന് എന്താ സംഭവിച്ചേ, ബോർഡർ ഒന്ന് വേണ്ട, ഈ ഷേപ്പിന് ഒരു ബ്ലാക്ക് ബോർഡർ ഒന്നാണ്ടില്ലേ. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബോർഡർ കൊടുക്കാൻ പറ്റും. ഇനി ആ ബോർഡറിൻ്റെ കളർ നമുക്ക് മാറ്റാൻ പറ്റും. ബോർഡർ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ റൗണ്ടിൽ നിങ്ങൾക്ക് വേറൊരു ഓപ്ഷൻ വരും. ആ കളർ നമുക്ക് ആ റൗണ്ട് ക്ലിക്ക് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് മാറ്റാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ഒരു ബ്ലൂ ആക്കി, ഉണ്ടാ ബ്ലൂ ബോർഡർ വന്നാണ്ടോ, അങ്ങനെ നമുക്ക് മാറ്റാൻ പറ്റും. പിന്നെ ഷേപ്പിൽ വന്നത് അത് ഫോണ്ടാണ്, അതിൻ്റെ ആവശ്യമില്ല. പിന്നെ ഇവിടെ വന്നാൽ നമുക്കിവിടെ ഇങ്ങനെ വലിച്ച് വലുതാക്കുന്നതിന് പകരം ഇത് വലുതാക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ നമുക്ക് മൗസ് ക്ലിക്ക് ചെയ്ത് വലുതാക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ സൈസ് ഉണ്ടോ അത് പിടിച്ചും നമുക്ക് വലുതാക്കാം. അല്ല, ഇത് ഫോണ്ടിൻ്റെയാണ്. ആ ഫോണ്ട് എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഷേപ്പ് വലുതാക്കാൻ നമുക്ക് ഇങ്ങനെ തന്നെ വലുതാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, പിന്നെ ഈ കാര്യങ്ങളെല്ലാം ഫോണ്ടിൻ്റെയാണ്. പിന്നെ ഇവിടെ ഉള്ളത് ട്രാൻസ്പെറൻസി എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഇതിപ്പോൾ മുഴുവനായിട്ട് കല്ല കാണുന്നത്, ഇനി മുഴുവനായിട്ട് കാണാതെ നമുക്കിങ്ങനെ ബ്ലർ എന്നല്ല, ട്രാൻസ്പെറൻസി എന്ന് പറഞ്ഞാൽ എങ്ങനെ കാണാം, എങ്ങനെ ഇപ്പോൾ പറയാം, ഞാൻ കാണിച്ചു തരാം. ആണോ, അതിൻ്റെ ഒരു ബ്രൈറ്റ്നെസ് കുറഞ്ഞ് വരുന്നുണ്ടോ, ഇതാണ് 0. ഇതിങ്ങനെ കൂട്ടി വന്നാൽ അതിൻ്റെ ബ്രൈറ്റ്നെസ് ഇങ്ങനെ കൂടി വരുന്നുണ്ടോ, അതിനെയാണ് ട്രാൻസ്പെറൻസി എന്ന് പറയാം. ഓക്കെ, ഷേപ്പിൻ്റെ കാര്യത്തിൽ അത്ര കാര്യങ്ങൾ തന്നെ ഇവിടെ ഉള്ളൂ. പിന്നെ ഇതൊക്കെ ടെക്സ്റ്റിൻ്റെ ആണ്, ഞാൻ ടെക്സ്റ്റ് എടുക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അതാണ് ഇതിൽ ഷേപ്പ് എന്ന് പറഞ്ഞാൽ, അത് എലമെൻസിൽ ഷേപ്പിൽ വരുന്നത്. ഓക്കെ, ഷേപ്പിൽ ഇഷ്ടംപോലെ ഷേപ്പ് ഉണ്ട്. ഓക്കെ, ആരോസ് ഉണ്ട്, ഷേപ്പ് ഇവിടെ ഉണ്ട്, ലൈൻ ഇവിടെ ഉണ്ട് കണ്ടോ. നമുക്ക് എന്ത് ചെയ്യാം, ലൈൻ ഉണ്ട്, ആരോ ഉണ്ട്, ഏതുമാണ് നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. ഓക്കെ അല്ലേ. പിന്നെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ക്ലിക്ക് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്യുക, കീബോർഡിൽ ഡിലീറ്റ് ക്ലിക്ക് ചെയ്താലോ ഡിലീറ്റ് ആവും. ഓക്കെ, അപ്പോൾ ഷേപ്പ് ഓക്കെ. ഇനി ഇവിടെ ഉള്ളത് ഗ്രാഫിക്സ്. ഈ ഗ്രാഫിക്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഗ്രാഫിക്സിന് CO കൊടുത്താൽ ആ ഗ്രാഫിക്സ് ടാബിൾ മാത്രം ഓപ്പൺ ആയി വന്നു. ഇവിടെ ഇഷ്ടംപോലെ ഗ്രാഫിക്സ് ഉണ്ട്, എണ്ണിയാൽ തീരുള്ളൂ. നമുക്ക് വേണ്ടത് സെർച്ച് ചെയ്യാം, അതേ നടക്കുള്ളൂ, കാരണം അത്ര തോന്നെ ഗ്രാഫിക്സ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു കോൾ ഐക്കൺ എനിക്ക് വേണം. കോൾ ഐക്കൺ ഫോം വിളിക്കുന്നത് കണ്ടോ. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി, കോൾ ഐക്കൺ കിട്ടി. ഈ കോൾ ഐക്കണെ കണ്ടോ, ഈ എജു എന്നുള്ളതൊക്കെ പ്രീമിയം, നമുക്ക് ഇതൊന്നും എടുക്കാൻ പറ്റില്ല. അതായത് പ്രീമിയം വേർഷനിൽ മാത്രമേ നിങ്ങൾക്ക് ഇതൊക്കെ കിട്ടുള്ളൂ. നോർമൽ വേർഷനിലുണ്ടോ ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഈ നല്ല സാധനങ്ങളൊക്കെ പ്രീമിയമാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു കോൾ ഐക്കൺ എടുത്തു. ഈ കോൾ ഐക്കൺ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇതിമ്പോൾ ക്ലിക്ക് ചെയ്താൽ കളർ മാറ്റാം, കണ്ടാ, റെഡാക്കണമെങ്കിൽ റെഡാക്കുക, അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. അതാണ് ഗ്രാഫിക്സിൽ ഇഷ്ടംപോലെ ഗ്രാഫിക്സ് ഉണ്ട്. ഈ കോൾ ഐക്കൺ മാത്രമല്ല, ഗ്രാഫിക്സ് ക്ലിക്ക് ചെയ്താൽ എന്ത് വേണം, ലൊക്കേഷൻ വേണോ, ലൊക്കേഷൻ ഇവിടെ ഉണ്ട്, റെക്കമെൻഡ് ചെയ്ത് കുറച്ച് അത് നമുക്ക് എടുത്തോക്കാം. ലൊക്കേഷൻ ഇവിടെ ഉണ്ട്, മെസ്സഞ്ചർ ഇവിടെ ഉണ്ട്, ക്യാമറ ഇവിടെ ഉണ്ട്. എന്താണ് നിങ്ങൾക്ക് വേണ്ടത്, ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ ഇനി എന്താണ് നിങ്ങൾക്ക് വേണ്ടത്, ഈ എല്ലാ ഗ്രാഫിക്സ് എന്തുണ്ട് ഇവിടെ ഉണ്ട്. നമുക്ക് എന്ത് ചെയ്താൽ മതി, സെർച്ച് ചെയ്താൽ മാത്രം മതി. ഓക്കെ, ഇപ്പം എനിക്കൊരു 3 വേണം, 3 സെർച്ച് ഉണ്ടോ, 3 കിട്ടിയതുണ്ടോ, 3. ഈ ഫോട്ടോ ആയിട്ട് വരുന്നത് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഇപ്പോൾ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഈ കളറിലേക്ക് വരുന്നത് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എഡിറ്റ് മീൻസ് കളർ മാറ്റാൻ പറ്റുള്ളൂ. ബാക്കിയുള്ളതെല്ലാം നമുക്ക് ചെയ്യാം.
ഓക്കെ. പിന്നെ എഡിറ്റ് ഇമേജ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം, അത് ഞാൻ ഇമേജ് എടുക്കുമ്പോൾ പറഞ്ഞുതരാം. ഓക്കെ. ഇവിടെ എന്തുണ്ട്, ഇപ്പോൾ ഈ ബ്ലാക്ക് എടുത്തത് എനിക്ക് ഇതിൻ്റെ കളർ മാറ്റാം കേട്ടോ. അങ്ങനെ എന്ത് വേണേലും നമുക്ക് ഇവിടെ ഉണ്ട്, ഗ്രാഫിക്സിലുണ്ട്. ഓക്കെ. പിന്നെ ഇനി അടുത്ത വരുന്നത് എന്താ, ഗ്രാഫിക്സ് AI ഇമേജ് ജനറേറ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഈ AIനെ കുറിച്ച് നമുക്ക് അടുത്ത സബ്ജക്റ്റ്, അടുത്ത സെക്ഷൻ, അതായത് നമ്മുടെ സെക്ഷൻ ഫസ്റ്റ് വരുന്നത് കമ്പ്യൂട്ടറിൻ്റെ ബേസിക്സ് ഓപ്ഷണലാണ്, പിന്നെ വരുന്നത് ക്യാൻവ ബിഗിനർ ടു അഡ്വാൻസ്, ഫ്രീലാൻസർ ഗൈഡാണ് പിന്നെ വരുന്നത്. അത് കഴിഞ്ഞിട്ട് AI ആണ് വരുന്നത്, AI ആൻഡ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ബിഗിനർ ടു അഡ്വാൻസ് ആണ് വരുന്നത്, ഒരിക്കലും മിസ് ചെയ്യരുത്, അതാണ് അടുത്ത് വരുന്നത്. അപ്പോൾ അതിൽ നമ്മൾ എങ്ങനെയാണ് പ്രോംപ്റ്റ് കൊടുക്കേണ്ടത്, AIനെ കുറിച്ച് A to Z കാര്യങ്ങൾ, അതായത് എത്ര ടൂൾ ഉണ്ടോ അതെല്ലാം നമ്മളിവിടെ പരിചയപ്പെടും. ഓക്കെ. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. അവിടെ നാം പ്രോംപ്റ്റ് എങ്ങനെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ, പ്രോംപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യൂലേ, അതിനെയാണ് പ്രോംപ്റ്റ് എന്ന് പറയാം. പക്ഷേ AIനോട് സംസാരിക്കാനുള്ള ലാംഗ്വേജിനെയാണ് പ്രോംപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ജനറേറ്റ് യുവർ ഓൺ, അതായത് നമുക്ക് എന്ത് ചെയ്യാം, ഇത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കിവിടെ എന്താണോ വേണ്ടത്, ഇപ്പം എനിക്കൊരു പുതിയ ഇമേജ് വേണം, ഞാൻ ഇപ്പോൾ എന്താ സെർച്ച് ചെയ്യാം, കാറ്റ് ഡ്രിങ്കിങ്, ക്യാറ്റ് ഡ്രിങ്കിങ് വാട്ടർ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി ജനറേറ്റ് ഇമേജ് കൊടുത്താൽ അത് സംഭവിക്കും, ഒരു പൂച്ച വെള്ളം കുടിക്കുന്ന ഒരു ഫോട്ടോ, അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇമേജായിട്ട് നമുക്ക് AI ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കണ്ടോ, ഒരു പൂച്ച വെള്ളം കുടിക്കുന്നത്, ഇത് AI ഇപ്പോൾ ഉണ്ടാക്കി തന്നതാണ് നമുക്ക്. ഇത് ഫോട്ടോ, ഇമേജിലാണ് കിടക്കുന്നത് ഫോട്ടോ. ഇനി എനിക്കിത് ഗ്രാഫിക്സ് ആയിട്ട് കിട്ടണം, മനസ്സിലായോ? ഗ്രാഫിക്സ് എന്ന് പറഞ്ഞാൽ എനിക്കതിൻ്റെ കളർ മാറ്റാനും കാര്യങ്ങളൊക്കെ പറ്റണം. അപ്പോൾ എന്ത് ചെയ്യുക, കാറ്റ് പ്ലേയിങ് ഫുട്ബോൾ നോക്കാം, കാറ്റ് പ്ലേ ഫുട്ബോൾ എന്ന് കൊടുക്കുക. ഗ്രാഫിക്സിലാട്ടോ കിടക്കുന്നത്. അപ്പോൾ ഒരു പൂച്ച ഫുട്ബോൾ കളിക്കുന്ന ഫോട്ടോ ആണ് എനിക്ക് വേണ്ടത്. അപ്പോൾ ഗ്രാഫിക്സിലാണ് കിടക്കുന്നത്, നമുക്ക് എന്ത് കിട്ടും, ഗ്രാഫിക്സ് കിട്ടും. കണ്ടോ, ഒരു പൂച്ച ഫുട്ബോൾ കളിക്കുന്ന ഫോട്ടോ നമുക്ക് ജനറേറ്റ് ചെയ്ത് വന്നു. ഓക്കെ. ഇത് ഏതിലാണ് കിടക്കുന്നത്, ഗ്രാഫിക്സിലാണ് കിടക്കുന്നത്. നോർമൽ കേസിൽ നമുക്കിത് എഡിറ്റ് ചെയ്യാൻ പറ്റണം, പക്ഷേ ഇപ്പം എന്ത് സംഭവിക്കുന്നില്ല, ഇത് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അത് ചിലതിന് മാത്രം നമുക്ക് അങ്ങനെ എഡിറ്റിന് ഓപ്ഷൻ കിട്ടുള്ളൂ. ഓക്കെ. ക്യാറ്റ് പ്ലേ ഫുട്ബോൾ, ക്യാറ്റ് ഫുട്ബോൾ കളിക്കുന്ന ഒരു ഗ്രാഫിക്സ് നമുക്ക് കിട്ടി. ഈ ഗ്രാഫിക്സ് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ. പിന്നെ വീഡിയോസ് വേണമെന്ന്, വീഡിയോസ് നമുക്ക് AI ഉപയോഗിച്ചു. കറൻ്റ്ലി ഇപ്പം നമ്മുടെ കൺട്രിയിൽ അവൈലബിൾ അല്ല. കണ്ടോ, നമ്മുടെ കൺട്രിയിൽ നമുക്ക് എന്തെയല്ല, വീഡിയോ AI ഉപയോഗിച്ച് വീഡിയോ ജനറേറ്റ് ചെയ്യുന്നത് ക്യാൻവയിൽ അവൈലബിൾ അല്ല. ഗോ ബാക്ക് കൊടുത്താൽ ഗോ ബാക്ക് കൊടുക്കും, ട്രൈ അഗെയിൻ, ജനറേറ്റ് അഗെയിൻ എന്നാണ്ടോ, അപ്പോൾ നമുക്ക് ജനറേറ്റ് അഗെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ അതാണ് എന്തെന്ന് പറയുന്നത്, അപ്പോൾ നമ്മളിവിടെ ഇവിടെ AI ഇമേജ് ജനറേറ്റർ, അതാണ് എന്തെന്ന് പറയുന്നത്, AI ഉപയോഗിച്ച് നമുക്ക് ഇമേജ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്നുണ്ട്. നെക്സ്റ്റ് സെക്ഷനിലാണ് AI ഇമേജ് ജനറേറ്ററും പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗും വരുന്നത്. പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് AIനോട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ടെക്നിക്ക് ഉണ്ട്, അതായത് കുറച്ച് മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് AIനോട് സംസാരിച്ചാൽ AI നമുക്ക് ഒരുപാട് ബെറ്റർ റിസൾട്ട് തരും. നമ്മളെ AI മനസ്സിലാക്കും, നമുക്ക് എങ്ങനെയാണ് മനസ്സിലാവുന്നത് AIക്ക് മനസ്സിലാവും. അങ്ങനെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാണ്ട് AIനെ കുറിച്ച്. പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്നാണ് അതിന് പറയുക. നിങ്ങൾ ജസ്റ്റ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ ഒരു അഡ്വാൻസ് പ്രൊഫഷണലാണ്. ഓക്കെ. AI പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ ആ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗിൻ്റെ മാത്രം സാലറി എത്രയാണ് നിങ്ങളൊന്ന് എടുത്ത് നോക്കിയാൽ മതി. അത്രയും വലിയ ഒരു കോഴ്സാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗും നമ്മൾ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഓക്കെ. ഓക്കെ. പിന്നെ വരുന്ന എന്ത്, സ്റ്റിക്കർ ഉണ്ട്. CO കൊടുത്താൽ ഇഷ്ടംപോലെ സ്റ്റിക്കർ ഇവിടെ ഉണ്ട്. അതുപോലെ പിന്നെ ഫോട്ടോസ് ഉണ്ട്. ഫോട്ടോസ് എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ഫോട്ടോസ്, വീഡിയോസ് ഉണ്ട്, ഓഡിയോസ് ഉണ്ട്, ചാർട്ട് ഉണ്ട്, പിന്നെ പോൾസ് എന്ന് പറഞ്ഞാൽ എങ്ങനെ പറഞ്ഞുതരാം, വേണ്ട, ഇനിയാണ് പോൾസ് എന്ന് പറയാം. അപ്പോൾ എനിക്കൊരു ക്വസ്റ്റ്യൻ ഇട്ടിട്ട് അതിൻ്റെ കറക്റ്റ് ആൻസർ ഏതാണ് എന്നിവിടെ ചോദിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഇട്ട് ഇവിടെ സബ്മിറ്റ്, എഡിറ്റ്, ഇതിൽ എഡിറ്റിൽ പോയാൽ കണ്ട, അതായത് ഒരു പോൾ സെലക്ട് ചെയ്തു. ഇനി ഞാൻ എഡിറ്റിൽ പോയാൽ ഞാനെന്ത് സെർച്ച് ചെയ്യാണ്, ഒരു ക്വസ്റ്റ്യന്, എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ, ആരാണ് മെസ്സി എന്ന് ഞാൻ ക്വസ്റ്റ്യൻ ഇട്ടു. ഇവിടെ എഡിറ്റിൽ, അതായത് പോൾ സെലക്ട് ചെയ്ത് എഡിറ്റിൽ പോയാൽ ആരാണ് മെസ്സി എന്ന് സെലക്ട് ചെയ്യും. ഇനി ആൻസർ 1 ഒരു ഫുട്ബോളറാണ്, ബോളർ. അതുപോലെ
ക്രിക്കറ്ററാണ്, ക്രിക്കറ്റിന് ഞാൻ C കൊടുക്കണേ. പിന്നെ ബാസ്കറ്റ് ബോളിന് B കൊടുക്കണേ. പിന്നെ എന്താ ഉള്ളത്, ഒരു കളിയും കൂടിയും പറഞ്ഞേ, ഹോക്കിക്ക് H കൊടുക്കണേ, ഫുട്ബോളിന് F കൊടുക്കണേ. ഓക്കെ, ഹൂ ഈസ് മെസ്സി? മെസ്സി ആരാ? ഒരു ഫുട്ബോളറാണ്. അപ്പോൾ F സെലക്ട് ചെയ്യാം. ഉണ്ടോ? ഓ ആയിട്ടില്ല. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, കറക്റ്റ് ആൻസർ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഹൂ ഈസ് മെസ്സി, ഹെഡറും കാര്യങ്ങളെല്ലാം സെലക്ട് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് ആൻസർ ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം, സെലക്ട് ചെയ്യണം. മാർക്ക് ദിസ് കറക്റ്റ്. ഈ 3 ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മാർക്ക് ആസ് കറക്റ്റ് എന്നുള്ളതുണ്ട്. പിന്നെ മൂവ് അപ്പ് എന്ന് പറഞ്ഞാൽ അത് താഴത്തേക്ക് കൊണ്ടുവരാൻ പറ്റും. ഉണ്ടോ? ഈ F എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, താഴത്തേക്ക് കൊണ്ടുവരാം. മേലക്കാകാം. പിന്നെ എന്തുണ്ട്, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും. ആഡ് ഓപ്ഷൻ ഇന്നും ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിലവിൽ 4 ഓപ്ഷനാണ്. ഇനി ആഡ് കൊടുത്ത ആഡ് ഓപ്ഷൻ കിട്ടും. ഇതിൽ മേക്ക് ആസ് കറക്റ്റ് ആൻസർ. ഉണ്ടോ? അത് കൊടുത്താൽ F അല്ലേ കറക്റ്റ് ആൻസർ. മെസ്സി ഒരു ഫുട്ബോളർ അല്ലേ, അത് സെലക്ട് ചെയ്ത് സബ്മിറ്റ് കൊടുക്കാം. ഓക്കെ, അതിനാണ് പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. പോളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിന് യൂസ് ചെയ്യുന്നതാണ്, പ്രസൻറ്റേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് പോളൊക്കെ. പ്രസൻറ്റേഷൻ നമുക്ക് ഇതിൽ വരുന്നുണ്ട്, അതുകൊണ്ടാണ് എല്ലാം ഒന്നും വിടാതെ പറഞ്ഞത്. പിന്നെ ഈ ചാർട്ട് എന്ന് പറയുന്നത് നമ്മൾ പ്രസൻറ്റേഷൻ യൂസ് ചെയ്യുന്നതാണ്. ചാർട്ട് എന്ന് പറഞ്ഞാൽ ചാർട്ടിൻ്റെ ഒരു ലെസൺ നമുക്ക് ഇതിൽ വരുന്നുണ്ട്, ചാർട്ടിൻ്റെയും പോളിൻ്റെയും ഒക്കെ. അവിടെ ഇതിപ്പോൾ ഞാൻ കണ്ടോ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. ലൈൻ 1, സീരീസ് 2, 3 എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കിവിടെ ആഡ് ചെയ്യാൻ പറ്റും. അത് ഞാൻ ചാർട്ടിൻ്റെ ഞാൻ സീരീസ് സെപ്പറേറ്റ് ലെസൺ വരുന്നുണ്ട്, അവിടെ ഞാൻ പറഞ്ഞുതരാം. ടേബിൾ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. കണ്ടോ, ടേബിൾ നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. ഈ ടേബിൾ എന്തെങ്കിലും കൊടുക്കാം. ഓക്കെ, അങ്ങനെയാണ് ടേബിൾ വരുന്നത്. പിന്നെ ഫ്രെയിം. ഈ ഫ്രെയിം ഒരു കില്ലാടിയാണ്. ഫ്രെയിം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫ്രെയിംസ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഈ ഫ്രെയിം എടുത്തു, ഇഷ്ടം പോലെ ഫ്രെയിം ഇവിടെ ഉണ്ട് കേട്ടോ. ഈ ഫ്രെയിം എടുത്തു. ഇപ്പം ഞാനിവിടെ ഏത് ഫ്രെയിമാണ്, ഈ ഫോണിൻ്റെ ഫ്രെയിം എടുത്തു. അതിന് ക്ലിക്ക് ചെയ്തപ്പോൾ ഈ ഫോണിൻ്റെ ഫ്രെയിം ഇവിടെ വന്നു. ഈ ഫ്രെയിം കണ്ട, ഈ ഉള്ളിൽ നിൽക്കുന്ന സ്ഥലം കണ്ട്, ഈ പച്ചയും ബ്ലൂ ഒക്കെ ഉള്ളത്, അതിൻ്റെ ഉള്ളിൽ നമുക്കൊരു ഇമേജ് സെലക്ട് ചെയ്താൽ അത് കറക്റ്റ് അതിൻ്റെ ഉള്ളിൽ ഫിറ്റ് ആയിട്ട് നിൽക്കും. മനസ്സിലായോ? ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അപ്ലോഡ്സിൽ പോയിട്ട് ഞാൻ ഈ ഇമേജ് എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് ഇട്ടാൽ കണ്ട കറക്റ്റ് ആ ഫോണിൻ്റെ ഉള്ളിൽ വന്നാണ്ട്. അതാണ് ഫ്രെയിം. ഫ്രെയിം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. അതിൻ്റെ ഉള്ളിലൊക്കെ എങ്ങനെയപ്പോൾ ഞാൻ ഫ്രെയിം നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഫ്രെയിമിൻ്റെ ഡെഫിനിഷൻ എന്താ, ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഡിലീറ്റ് ഫ്രെയിം ഉണ്ട്, ഡിലീറ്റ് ഇമേജ് ഉണ്ട്. ഡിലീറ്റ് ഇമേജ് കൊടുത്താൽ അതിന് ഇമേജ് പോകും, ഡിലീറ്റ് ഫ്രെയിം കൊടുത്താൽ ഫ്രെയിം പോകും. ഫ്രെയിം എന്ന് പറഞ്ഞാൽ അതായത് ഒരാൾ ഉണ്ടാക്കി വെച്ച്, ഇത് ക്യാൻവ ഉണ്ടാക്കിയതാണ്, പുറത്തുനിന്നുള്ള ആൾ ഉണ്ടാക്കിയതല്ല. ഒരാൾ ഉണ്ടാക്കി വെച്ച ഒരു ഫ്രെയിം, അയാളുടെ ഫ്രെയിമിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് നമ്മുടെ ഇമേജസോ നമ്മുടെ എന്താന്ന് വെച്ചാൽ അയാൾ ഉണ്ടാക്കി വെച്ചതിലോട്ട് നമുക്ക് കയറ്റാൻ പറ്റും. അതിനാണ് ഫ്രെയിം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്തുണ്ട്, മൾട്ടിപ്പിൾ ഓപ്ഷനിലുള്ള ഫ്രെയിം നമുക്ക് ഇവിടെ എന്തുണ്ട്, അവൈലബിൾ ആണ്. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യുക, എന്നുള്ള ഒരു ഫ്രെയിം എടുത്തു. ഈ എന്നുള്ള ഫ്രെയിമിൻ്റെ ഉള്ളിലേക്ക് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൻ്റെ ഇമേജസോ ഫോട്ടോസോ വീഡിയോസോ എന്നുള്ള കാര്യങ്ങൾ ഏത് വേണമെങ്കിലും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആഡ് ചെയ്യാൻ പറ്റും. ഫ്രെയിമിലോട്ട് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് വലിച്ചു കൊണ്ടുവരണം. ഇവിടെ ഡയറക്റ്റ് ക്ലിക്ക് ഇത് അപ്ലോഡ്സ് ആണ്, അപ്ലോഡ്സ് നമുക്ക് എടുക്കാനുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഡയറക്റ്റ് വലിച്ചിട്ടിട്ട് വലിച്ചിടണം. ഇതിപ്പോൾ ക്ലിക്ക് ചെയ്താൽ ഇതിങ്ങനെ ഓപ്പൺ ആവുക ചെയ്യുക. അതിന് പകരം വലിച്ചിട്ട് ഫ്രെയിമിൻ്റെ അടുത്ത് കൊണ്ടുവന്നാൽ എന്ത് സംഭവിക്കും, ആ ഇമേജ് ഫ്രെയിമിലോട്ട് കയറും. കണ്ടോ, എന്ന് പറഞ്ഞൊരു ഫ്രെയിമാണ്. ആ ഫ്രെയിമിനുള്ളിലോട്ട് ഞാൻ എന്തിട്ടു, ഒരു ഇമേജ് ഇട്ടു. അതാണ് ഫ്രെയിമിൻ്റെ മെച്ചം. അത് ഞാനിനി നമ്മൾ പ്രാക്ടിക്കൽ ക്ലാസ് ഉണ്ട്, അവിടെ വെച്ച് നമുക്ക് ഫ്രെയിം നമുക്കൊക്കെ യൂസ് ചെയ്ത് പഠിക്കാം. ഓക്കെ, നമുക്ക് ആ ഫ്രെയിമിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ അതിനുള്ളിലുള്ള ഇമേജ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സൈസ് മാറ്റാൻ പറ്റും. ഓക്കെ അല്ലേ? ഓക്കെ, ഞാൻ ഡിലീറ്റ് ആക്കാം. ഫ്രെയിമൊക്കെ നല്ല യൂസ്ഫുള്ളുള്ള സാധനം കേട്ടോ. കാരണം ഈ ഫ്രെയിമൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോട്ടോഷോപ്പിൽ എത്ര പണിയെടുക്കണം അറിയോ, ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ. അതൊക്കെ അത്രയും സാധനം ഇവിടെ ഇഷ്ടംപോലെ ഫ്രെയിം ഇവിടെ ഉണ്ട്. നമുക്ക് എന്താണോ സെർച്ച് ചെയ്യേണ്ടത് അത് സെർച്ച് ചെയ്യാം. ഞാൻ ഇവിടെ വിൻറ്റേജ് സെർച്ച് ചെയ്യാം. വിൻറ്റേജ് പേപ്പർ ആണ്ടാ, വിൻറ്റേജ് പേപ്പറിലുള്ള ഫ്രെയിം ഇവിടെ കിട്ടി, ഒരാൾ ഉണ്ടാക്കി വെച്ച ഫ്രെയിം ഇവിടെ കിട്ടി. ഞാൻ ഫ്രെയിമിലോട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഫ്രെയിമിലോട്ട് നമ്മൾ ഇട്ടാൽ മതി. ഓക്കെ, അതാണ് ഫ്രെയിം എന്ന് പറഞ്ഞാൽ. പിന്നെ കളക്ഷൻസും കാര്യങ്ങളൊക്കെയാണുള്ളത്. കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ആ ഒരു പാക്കിൻ്റെ ഉള്ളിൽ തന്നെ എല്ലാം ഉണ്ടാവും. ഒരു എക്സാമ്പിൾ കാണിക്കാനാണെങ്കിൽ ഒരു എക്സാമ്പിൾ കാണിക്കാമല്ലോ. കണ്ടോ, ഈ ഒരു പാക്കിൻ്റെ ഉള്ളിൽ തന്നെ, അതായത് ഇതൊരു കളക്ഷനാണ്. ആ കളക്ഷൻ്റെ ഉള്ളിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഞാനിവിടെ വന്നാൽ ഇവിടെ ഒരു ഓട്ടോറിക്ഷൻ്റെ കണ്ടല്ലോ, ബസ് ട്രെയിൻ ലോറി കണ്ടോ. അപ്പോൾ ആ കളക്ഷൻ്റെ ഉള്ളിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള, ഇതൊരു ട്രാവലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഇന്ത്യൻ ട്രാവൽ ഒരു കളക്ഷനാണിത്. അതിൻ്റെ ഉള്ളിൽ ഇന്ത്യൻ ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ അതാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ എലമെൻറ്റ്സ് സെക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഫോട്ടോസ് ഉണ്ട്. ഫോട്ടോസിൽ കൊടുത്താൽ റിയൽ ഫോട്ടോസ്,
ഒറിജിനൽ ഫോട്ടോസ്. ഇപ്പോൾ എനിക്ക് ഞാൻ ഒരു പോസ്റ്റർ ഉണ്ടാക്കാം കേട്ടോ, ഒരു എഡ്യൂക്കേഷൻ സെക്ടറിന് ഒരു പോസ്റ്റർ ഉണ്ടാക്കാം. അപ്പോൾ എനിക്ക് എന്തിനു വേണം, ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഫോട്ടോ വേണം അതിൽ കൊടുക്കാൻ. അപ്പോൾ ഞാൻ കൊടുക്കാം സ്റ്റുഡൻറ്റിൻ്റെ ഫോട്ടോ എന്ത് കിട്ടും, സ്റ്റുഡൻറ്റ് സെർച്ച് ചെയ്താണ്ടോ സ്റ്റുഡൻറ്റിൻ്റെ ഫോട്ടോ ഇവിടെ ഉണ്ട്, ഇഷ്ടം പോലെ ഫോട്ടോസ് ഇവിടെ ഉണ്ട്. ഇതൊക്കെ പ്രീമിയം ആട്ടോ, കണ്ടോ ഈ എജു നിട്ടത് ഇതൊക്കെ പ്രീമിയമാണ്. ഇതൊക്കെ പ്രീമിയം പഠിച്ചാൽ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഈ സ്റ്റുഡൻറ്റിൻ്റെ ഫോട്ടോ എനിക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാൻ പറ്റും. ഇനി വീഡിയോ വേണോ, വീഡിയോ ഉണ്ട്. ഇവിടെ താഴത്ത് പോയി വീഡിയോ സെക്ഷനിൽ പോയിട്ട് സ്റ്റുഡൻറ്റ് സെർച്ച് ചെയ്ത് എന്തുണ്ട്, വീഡിയോ ഉണ്ട്, സ്റ്റുഡൻസിൻ്റെ വീഡിയോ ഉണ്ട്. ഇതൊക്കെ എജു ആണ്. നമുക്ക് പ്രീമിയം പർച്ചേസ് ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ. ഓക്കെ, വീഡിയോസ് ഉണ്ട്. അതുപോലെ ഇനി എന്താ ഉള്ളത്, ഓഡിയോ വേണം. ഓഡിയോ നമുക്ക് സെർച്ച് ചെയ്താൽ നമുക്ക് ഓഡിയോ കിട്ടും. ഇഷ്ടംപോലെ സാധനങ്ങൾ ഇതിലുണ്ട്. നമുക്ക് ഒറിജിനൽ ഫോട്ടോസ് ഉണ്ട്, AI ജനറേറ്റഡ് ഫോട്ടോസ് ഉണ്ട്, ഫ്രെയിം ഉണ്ട്, കാര്യങ്ങളെല്ലാം ഉണ്ട്. ഓക്കെ, ഇനി അടുത്തതാണ് ടെക്സ്റ്റ് എന്ന് പറയുന്നത്. എന്ത്, ടെക്സ്റ്റ്. ഓക്കെ, അപ്പോൾ എലമെൻറ്റ്സ് ഓക്കെ അല്ലേ? ഇന്ന് നിങ്ങൾക്ക് ചെയ്യാൻ അസൈൻമെൻറ്റ് ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഇന്ന് നമ്മൾ വർക്കും കാര്യങ്ങളൊന്നും ഇത് ചെയ്യുന്നില്ല, ഇൻട്രൊഡക്ഷനാണ്. ഈ വീഡിയോൻ്റെ ഇപ്പം നല്ല ലെങ്ത്തായി, 1 മണിക്കൂർ കഴിഞ്ഞു, 1.25 മണിക്കൂറായി. ഞാനിത് വിചാരിച്ചത് ഇത്ര മണിക്കൂർ ആവില്ല എന്നാണ്, പക്ഷേ ഇത് എത്ര മണിക്കൂറായി. അതുകൊണ്ട് നമ്മൾ ഇന്ന് ഇതിൽ വർക്കും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ഇന്ന് ഞാൻ ഇത് കംപ്ലീറ്റ് ആയിട്ട് പറയുകയാണ്. ഇതിൽ നമ്മൾ ഓൾറെഡി ഒരു അസൈൻമെൻറ്റ് ഇട്ടിട്ടുണ്ട്. ആ അസൈൻമെൻറ്റ് നമ്മളിന്ന് ചെയ്യുന്നില്ല. അതിന് പകരം ഞാൻ വേറൊരു അസൈൻമെൻറ്റ് തരാം. ഓക്കെ, ഇനി ടെക്സ്റ്റിൽ വന്നാൽ ഡീഫോൾട്ടായിട്ട് കുറച്ച് ടെക്സ്റ്റ് സ്റ്റൈലുണ്ട്. അതായത് ഹെഡിങ്ങിനുള്ള സൈസ് കണ്ടോ, ഇത് ക്ലിക്ക് ചെയ്താൽ ഇത് ഹെഡിങ്ങിനുള്ള സൈസാണ്, ഒരു സ്റ്റൈലാണ്. അതുപോലെ അതിനാണ് ക്ലിക്ക് ചെയ്തത്. സബ് ഹെഡിങ്ങിനുള്ള ഇത് സബ് ഹെഡിങ്, ഓരോന്നായിട്ട് കാണിച്ചു. ഇത് ഹെഡിങ്ങിനുള്ളത്, ഇത് സബ് ഹെഡിങ്ങിനുള്ളത്, ഇത് ബോഡി ടെസ്റ്റ്, നോർമലായിട്ട് കൊടുക്കുന്ന ടെസ്റ്റ് ആണ്. ഇത് ഡീഫോൾട്ട് ആയിട്ടുള്ള പോലെ തന്നെ തരുന്ന നമുക്ക് എന്ത്, ഇതാണ് ഹെഡിങ്ങിൻ്റെ സൈസ് എന്ന് പറഞ്ഞ പോലെ തന്നെ തരുന്നതാണ്. ഇതാണ് സബ് ഹെഡിങ്ങിൻ്റെ സൈസ് എന്ന് പറഞ്ഞിട്ട് ക്യാൻവനെ നമുക്ക് തരുന്നതാണ്. അതിനാണ് ടെക്സ്റ്റ് എന്ന് പറയുന്നത്, അവർ തരുന്ന സ്റ്റൈൽ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് എന്ത് ഇവിടെ ഉണ്ട്, ഇവിടെ റീസെൻ്റ്ലി യൂസ് ചെയ്ത ഒരുപാട് ടെക്സ്റ്റിൻ്റെ ടെംപ്ലേറ്റ് ഉണ്ട്. അതായത് ടെക്സ്റ്റിൻ്റെ ടെംപ്ലേറ്റ് നമുക്ക് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പം ഞാനിവിടെ എന്ത് ചെയ്യാം, ഒരു ടെംപ്ലേറ്റ് ഉണ്ടോ, ഇപ്പം ഞാൻ അത് ക്ലിക്ക് ചെയ്തു. ഈ ടെംപ്ലേറ്റ് എന്ത് ചെയ്യാൻ പറ്റും, ഇതെന്ത് ചെയ്യാൻ പറ്റും, ഇതെനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ POV പോയിന്റ് ഓഫ് വ്യൂ എന്നാണ് അതിൻ്റെ ഫുള്ള്, ജസ്റ്റ് പറഞ്ഞോളൂ. ഇതെനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഡിറ്റ് ചെയ്യാൻ പറ്റും. ഡബിൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ KFC നോക്കിയാൽ അത് KFC ആയി. കണ്ട, ഇഷ്ടം പോലെ ടെക്സ്റ്റ് ടെംപ്ലേറ്റ് ഇവിടെ ഉണ്ട് കണ്ടോ. ഇപ്പോൾ 30% ഓഫ്, ഇതൊരു ടെംപ്ലേറ്റാണ്. ഈ 30% ഞാൻ മാറ്റിയിട്ട് 50% ഓഫ് കണ്ട. അങ്ങനെ ഇഷ്ടംപോലെ, അതായത് ഒരാൾ ഉണ്ടാക്കി വെച്ച ടെക്സ്റ്റിൻ്റെ കുറേ സ്റ്റൈൽ ഇവിടെ ഉണ്ട്. അത് യൂസ് ചെയ്തിട്ട് നമുക്ക് നേരത്തെ യൂസ് ചെയ്ത പോലെ ടെംപ്ലേറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കണ്ടോ. ഇഷ്ടം പോലെ ഇവിടെ ഉണ്ട്. അതുപോലെ ഇത് ടെംപ്ലേറ്റ് യൂസ് ചെയ്യുന്ന കാര്യം, ഇതെന്ന് പറഞ്ഞാൽ പേജ് നമ്പർ ഇടാൻ പറ്റുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ കുറേ പേജ് യൂസ് ചെയ്തിട്ട് അപ്പോൾ പേജ് നമ്പർ കൊടുത്താൽ അത് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, പേജ് നമ്പർ ഇടും. അതിപ്പോൾ പുതിയ വന്നൊരു ഫീച്ചറാണ്. അതിൻ്റെ ഫോർമാറ്റ് നമുക്കിവിടെ ചൂസ് ചെയ്യാം. എക്സാമ്പിൾ 1 വേണോ, പേജ് 1 വേണോ, പേജ് 1 to 10, അതിൻ്റെ ഓപ്ഷനും കാര്യങ്ങളൊക്കെയാണ്. ഷോ നമ്പേഴ്സ്, ഏതൊക്കെയാണ് പേജിനാണ് നമ്മൾ പേജ് നമ്പർ കാണിക്കേണ്ടത് എന്ന് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ അപ്ലൈ പേജ് നമ്പർ എന്ന് കൊടുത്താൽ എല്ലാത്തിനും പേജ് നമ്പർ വരും. അതാണ് പേജ് നമ്പറിൻ്റെ ഓപ്ഷന്. പിന്നെ ഇവിടെ വരുന്നത് ടെക്സ്റ്റിൽ അത്രേ ഉള്ളൂ. ഇനി വരുന്ന ടെക്സ്റ്റിൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ്. ടെക്സ്റ്റിൻ്റെ അഡ്വാൻസ് എഡിറ്റിംഗ് വരുന്നുണ്ട്. നമ്മൾ ഓരോന്ന് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ നമുക്ക് ടെക്സ്റ്റിൽ പഠിക്കാനുള്ളത് ആഡ് ടെക്സ്റ്റ്, ആഡ് ഹെഡിങ്, സബ് ഹെഡിങ്, ബോഡി ടെക്സ്റ്റ്. അതിപ്പോൾ നമ്മൾ പറഞ്ഞു. ക്ലിക്ക് ഓൺ ടെക്സ്റ്റ് ബോഡി, എഡിറ്റ് ടെക്സ്റ്റ്, ഫോണ്ട്, കളർ, ബോൾഡ്, ഇറ്റാലിക്, ടെക്സ്റ്റ് എഫക്റ്റ്, അത്രേ നമുക്കിപ്പോൾ അവിടെ പഠിക്കാനുള്ളൂ.